അതിനിടയിൽ ടെഹ്റാൻ കേന്ദ്രീകരിച്ചൊക്കെ വ്യാപകമായ തോതിലുള്ള നാശനഷ്ടം വരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറാനിൽ ഇന്ന് മാത്രം ഏതാണ്ട് 7 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 900 ഇടങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ബോംബിംഗ് ഉണ്ടായിട്ടുണ്ട്. 1200 ഇടങ്ങളിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈ ബോംബിംഗ് ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അന്തർദേശീയ മാധ്യമങ്ങളടക്കം വ്യക്തമാക്കുന്നത്. ആലോചിച്ച് നോക്കൂ, 2000-ത്തിലധികം തവണ ബോംബിംഗ് ഉണ്ടായിരിക്കുകയാണ് ഒരൊറ്റ മേഖലയിൽ. കുറേയേറെ ഇപ്പോൾ മിസൈലുകളെയൊക്കെ കുറേയേറെ പ്രതിരോധിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫൈസൽ ഹംസ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഫൈസൽ, ഒമാൻ തീരത്ത് ഓയിൽ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത ഇപ്പോൾ വരികയാണ്. മധു സൂചിപ്പിച്ചതുപോലെ തന്നെ കടലിലുള്ള ആക്രമണം കൂടുതൽ വ്യാപകമാകുന്നു എന്നുള്ളതാണ്. ബഹ്റൈനിൽ കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്ന് ബ്രിട്ടൻ അറിയിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഒമാൻ തീരത്ത് ഓയിൽ ടാങ്കർ ആക്രമിക്കപ്പെട്ടെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. കപ്പലിലെ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് ഇറാൻ തുടക്കമിട്ടിരുന്നു. 3 ഓയിൽ ടാങ്കറുകൾ ആക്രമിച്ചെന്ന് ഇന്നലെ ഇറാൻ തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നിയന്ത്രണത്തിലുള്ള കപ്പലുകളായിരുന്നു. ഈ കപ്പൽ ആരുടെ നിയന്ത്രണത്തിലുള്ളതാണ് എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹോർമോസ് കടലിടുക്ക് വഴി അത് പൂർണ്ണമായും അടച്ചില്ല എന്ന് ഇറാൻ പറയുമ്പോഴും അബ്ബാസ് അറാക്ചി പറഞ്ഞത് ഇതുവരെ ഞങ്ങൾ അടച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ മേഖല വഴി ഇപ്പോൾ ഒരു ചരക്ക് നീക്കവും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ 150-ലേറെ കപ്പലുകൾ ഇന്നലത്തെ കണക്ക് പ്രകാരം തന്നെ ഇരുഭാഗത്തുമായി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പേർഷ്യൻ ഗൾഫിലും അതോടൊപ്പം തന്നെ ഒമാൻ ഗൾഫിലുമായി കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. ഈ കപ്പലുകളെല്ലാം ഇറാന്റെ റീച്ചിനടുത്താണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്രോണുകൾ ഉപയോഗിച്ചും ഹ്രസ്വദൂര മിസൈലുകൾ ഉപയോഗിച്ചും ആക്രമിക്കാവുന്ന പരിധിയിലാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്കുള്ള ആക്രമണത്തിന് വ്യവസ്ഥാപിതമായ ഒരു അപകടമുണ്ടായിട്ടുണ്ട്, ഒരു ഇന്ത്യൻ പൗരന് അപകടമുണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ടോ? മധു, അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗൾഫ് മേഖലയിലെ റിഫൈനറികളിലായാലും റിഗുകളിലായാലും ഓയിൽ ടാങ്കറുകളിലായാലും ജീവനക്കാരിൽ നല്ലൊരു ശതമാനവും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളികൾ വളരെയധികം ജോലി ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൾഫിലേക്കുള്ള ആക്രമണങ്ങളെ പ്രവാസികൾ ആശങ്കയോടുകൂടി കാണുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ മേഖലയിലെ കടലുകളിലെ റിഗുകളിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ടാങ്കറുകളിലും ഏറ്റവും ബഹുഭൂരിപക്ഷവും ജീവനക്കാരായി എത്തുന്നത് ഇന്ത്യക്കാരാണ്, മലയാളികളാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ആദ്യം ശരി, ഫൈസൽ ഹംസയാണ് വിവരങ്ങൾ നൽകിയത്. ഒമാന് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒമാൻ തുറമുഖത്തെ ഓയിൽ ടാങ്കറിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഒരു ഇന്ത്യൻ പൗരനുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അതിനുള്ള സ്ഥിരീകരണവും കിട്ടും. എന്തായാലും ഒമാനിലെ ഓയിൽ ടാങ്കറിന് നേരെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.